നമസ്കാരം. നിരവധി ആൾ ദൈവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു ആൾ ദൈവത്തിൻ്റെ ചില വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടു. ചണ്ടാള ബാബ മലബാരി എന്നാണ് അവതാരത്തിൻ്റെ പേര്. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടപ്പോൾ വളരെയധികം അവജ്ഞ തോന്നിപ്പോയി. അയാൾ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവനെ പോലെ ചാടുന്നു, ഓടുന്നു, പാട്ടുപാടുന്നു, അലറുന്നു, അട്ടഹസിക്കുന്നു, വിളിക്കുന്നു, നിലവിളിക്കുന്നു. എന്താണ് ഇത്തരക്കാരെ നിയന്ത്രിക്കേണ്ടത്? ഇവിടുത്തെ യുവജന സംഘടനകളും സർക്കാരും ഒക്കെയല്ലേ? ഇത് എനിക്ക് തോന്നുന്നത് സമൂഹത്തിൽ എളുപ്പം പേരെടുക്കാനും അതുവഴി സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്താനുള്ള ഒരു നമ്പറുകളാണ് ഇതൊക്കെ. ഒന്നാന്തരം കള്ളത്തിലാണ്. സ്ത്രീകളെ കയ്യിലെടുത്തുകൊണ്ട് പോയാൽ സക്സസ് ആവുന്നൊരു ഉദ്ദേശം. അതിലോട്ട് തന്നെ അതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളാണ് ഇതിൽ പെട്ടുപോകുന്നത്. നമുക്ക് മുമ്പൊരു ഉദാഹരണമുണ്ട്. മരിച്ചുപോയ ഒരു സന്തോഷ് മാധവൻ. അദ്ദേഹം എന്താണ് ചെയ്തത്? അതെ, സന്തോഷ് മാധവൻ നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി. അയാൾ പിടിയിലാകാതിരുന്നെങ്കിൽ നിരവധി പെൺകുട്ടികളെയും സ്ത്രീകളെയും ഇതുപോലെ പെട്ടുപോയത്. കോടികൾ ഉണ്ടാക്കിയാണ്. അയാൾ ഏകദേശം 2000 ഏക്കറോളം ഭൂമി ഇവിടെ പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. പക്ഷെ അതിലൊരു വേറൊരു വസ്തുതയുണ്ട്. ഈ സത്യമോ അല്ലാത്തൊന്നും നിലനിൽക്കില്ല. അവസാനം അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അല്ല, അതൊരു വശത്ത്. പക്ഷെ അതിനുശേഷം ഇത്തരം അവതാരങ്ങളൊക്കെ ഒരുവിധം ഒതുങ്ങിയിരുന്നതാണ്. ഇവിടെ വലിയ എന്തോ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ടല്ലോ. അതെ, ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അല്ല, DYFI ആണ് യുവജന സംഘടന. DYFI കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചില നിലപാടുകളോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിലും, പല നിലപാടുകളോടും എതിർപ്പുണ്ടെങ്കിലും അവർ പറഞ്ഞ് ഈ ആൾ ദൈവങ്ങളെയൊക്കെ അവർ എതിർക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരതിനെ ഇതൊന്നും ഇതൊക്കെ ഈ മലബാരി ബാബ അല്ലെ, ചണ്ടാള ബാബ, അയാളുടെ ഒരു പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിരുന്നു. ബിജു എന്നാണ് അയാളുടെ പേര്. അത് ഇപ്പൊ ഓരോ സന്യാസിമാരെ പേരെടുത്താലും സദാശിവനെന്നോ പത്രോസെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ പേര്. വേറെ പേരുണ്ട്, പൂർവാശ്രമനാമം ബിജു. പൂർവാശ്രമനാമം ബിജു എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അയാൾ കാണിക്കുന്ന കോപ്രായങ്ങൾ, അയാൾ ഏതോ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ലക്ഷങ്ങൾ മുടക്കിയാണ് ആ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നാഗസൈരന്ധ്രി എന്ന് പറയുന്ന തെറി മാത്രം വിളിക്കുന്ന ഒരു സ്ത്രീ, ദിവ്യരാജ് അല്ലെ, അതാണ് പേര്. അപ്പോൾ ഈ നാഗസൈരന്ധ്രി അവരെ കൂടെ പങ്കെടുപ്പിക്കുന്നു. പിന്നെ എന്തൊരു ബാബുസ്വാമി, എന്തൊരു അവഹേളിത, ഈ ഹിന്ദുക്കളെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിലാണ് ആ ഒരു പരിപാടി അവിടെ നടക്കുന്നത്. വേറൊന്നു, ഈ നാഗസൈരന്ധ്രി അവരുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കേ. എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കുള്ള എപ്പോഴും ഈ വല്ലാത്തൊരു, ഞാനത് എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. നമ്മൾ മദ്യപിച്ചിരിക്കുന്നവരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, അതായത് ലഹരിക്കടിമയായിരിക്കുന്ന ആ ഒരു ഭാവമാണ് കണ്ണില്ലേ. സാധാരണ നമ്മൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ മാനസിക നില ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ ഈ മാനസിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കഴിക്കുന്ന മരുന്നിനൊരു മയക്കം ഉണ്ടാവും. ഇനി അതുവല്ലോ ആണോ നമുക്കറിയില്ല. ശരിക്കുള്ള സ്പിരിച്വൽ ലീഡേഴ്സിന്റെ ഫേസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതിൽ തേജസ്സുള്ള ഇതങ്ങനെ ഉണ്ടോ? അതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇയാളുടെ ചില നിലപാടുകൾ. അയാൾ പറയുന്നത് യോനി പൂജ ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ആസാമിലെയോ മറ്റോ കാമാക്ഷി ക്ഷേത്രത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അതൊക്കെ നിർത്തലാക്കേണ്ട ഒരു കാലം പറയുന്നത്. മറ്റേ നമ്മുടെ ഹിന്ദു ഇതിന്റെ നമ്മുടെ അമ്പലത്തിലെ ശ്രീകോവിലിനെ പറയുന്നത് യോനിക്ക് സമാനമായിട്ടാണ് അയാൾ പറയുന്നത്. അയാൾ എന്താണ് പറയുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ദൈവവിശ്വാസമാണ്, ഇയാൾ പറയുന്നൊരു കാര്യം ഞാൻ പറയാം. ഇയാൾ പറയുന്നത് മുഴുവൻ കള്ളത്തരമാണ്. ഇപ്പം നമ്മൾ നല്ല വായനാശീലമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കാൻ കഴിയും. ഇപ്പോൾ VS അച്യുതാനന്ദൻ, അദ്ദേഹം 4ാം ക്ലാസ് വരെയും മറ്റോ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹമൊക്കെ എത്ര ചടുലം, എത്ര നന്നായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി പേരുണ്ട്, ഒരുപാട് പേര് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയത്തെയാണോ നമുക്ക് താല്പര്യം, ആ വിഷയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നമുക്ക് വിപണിയിൽ ഒരുപാട് കിട്ടും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല വായനാശീലം ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചും ആധികാരികമായി എവിടെയും സംസാരിക്കാൻ കഴിയും. ഈ പറഞ്ഞ ബാബയുടെ കേസിന് അദ്ദേഹം ഒരു താന്ത്രിക വിദ്യാപീഠം തുടങ്ങി. അവിടെയും ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ത്രീകളാണ് കൂടുതൽ പഠിക്കാൻ വരുന്നത്. അല്ല, അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഈ അയാൾ കാണിക്കുന്ന, ഈ ആൾക്കാരെ കയ്യിലെടുക്കാൻ കാണിക്കുന്ന, അല്ലെങ്കിൽ അയാൾ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കാണിക്കുന്ന ചില നമ്പറുകളെ കുറിച്ച് ഞാൻ പറയാം. അതായത് അയാൾ പറയുന്നത് അയാളുടെ അച്ഛനും അമ്മയും
മിശ്ര വിവാഹിതരായിരുന്നു. അതിലൊരാൾ നായർ സമുദായത്തിൽപ്പെട്ടവരും ഒരാൾ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു എന്ന് പറയുന്നു. അയാളെ ഒരിടത്തും അംഗീകരിച്ചിട്ടില്ല. അയാൾ ITI സിവിൽ ഡിപ്ലോമ പാസ്സായി, സിവിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. അയാളെ അവിടെ അംഗീകരിച്ചിട്ടില്ല. അതിനുശേഷം അയാൾ കാണിപ്പയ്യൂർ തിരുമേനിയുടെ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യത്വത്തിൽ അയാൾ വാസ്തുശാസ്ത്രം പഠിച്ചു. അവിടെയും അയാളെ അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ എടുത്ത് തലച്ചുവന്നൊന്നും നടക്കണം. അംഗീകരിക്കേണ്ടത് സംഭവിക്കേണ്ട കാര്യമാണ്. അത് ചോദിച്ചാൽ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ബാക്കി അംഗീകാരം നമുക്ക് ഇങ്ങോട്ട് സംഭവിക്കുകയാണ്. അല്ല ഇത് കൃത്രിമത്വമായിട്ടുള്ള ഒരു അതായത് സ്വാഭാവിക നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റൊരു വിഭാഗത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ആൾക്കാരുടെ ഒരു കൂട്ടമുണ്ട്. അവർ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അവർ നമ്മുടെ മുഖത്ത് തുപ്പിയാലോ നമ്മുടെ ചേട്ടത്തടിച്ചാലോ നമുക്ക് കൊണ്ടുകൊണ്ട് പോകാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ST അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരൊക്കെ എന്തും പറയും. നമ്മുടെ സമൂഹ മാധ്യമത്തിലൊക്കെ പച്ചത്തെറിവെന്ന് വിളിച്ചാൽ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചങ്ങ് പോവുകയാണ്. കാരണം ഈ വേടൻ എന്ന് പറയുന്ന ഒരു വേട്ടവളിയുണ്ടല്ലോ, അവനെക്കുറിച്ചൊക്കെ ഈ പറയുന്നത് ഇവരൊക്കെ അങ്ങ് പാടി പോഴ്ത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം. രണ്ട് പീഡന കേസിലെ പ്രതിയാണവൻ. അവനെയാണ് സംസ്ഥാന സർക്കാർ അവാർഡ് ആദരിച്ചത്. അവനുമായിട്ടാണ് മന്ത്രിമാര് വേദി പങ്കിട്ടത്. അപ്പോൾ അത് മാത്രം അയാളുടെ പാട്ട് എന്താണത്? പാട്ടല്ല, അവന് പ്രാന്ത് ഒടിക്കില്ല അത് കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ളവനെയൊക്കെ നമ്മൾ ഒരു കമന്റ് ഇട്ടാൽ പോലും ഇവർ കൂട്ടത്തോടു കൂടി ഒന്ന് ആക്രമിക്കുകയാണ്. അപ്പോൾ ബിജു അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. ചണ്ടകള ബാബ എന്ന് പറയുന്ന ബിജു അത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ജാതിക്കാരൻ ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. 100% അയാൾ ചെയ്യുന്ന ജാതിക്കാരൻ ഇറക്കി തന്നെയാണ്. അയാൾ പറയുന്നുണ്ട്, എന്നെ അടിച്ചു താഴ്ത്തപ്പെട്ടു, വരാൻ സമ്മതിക്കുന്നില്ല. അയാൾ ആസിഡ് ആക്രമണത്തിനൊക്കെ അയാൾ ആസിഡ് അയാളുടെ മുഖത്തൊഴിച്ചെന്നും അയാൾ ഉയർന്ന് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളായതുകൊണ്ട് ഉയർന്നു വരാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഓരോ പ്രകടനങ്ങൾ അയാൾ കാണിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, സിവിൽ ഡിപ്ലോമ അയാൾ പാസ്സായെന്ന് പറയുന്നു, അല്ലെ വാസ്തുശാസ്ത്രം പഠിച്ചു എന്ന് പറയുന്നു. അതായത് കേരളത്തിൽ നിരവധി വീടുകൾ പണിയുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ നിർമ്മാണ തൊഴിലാളികൾ പോലും അവർ കുറച്ച് ദിവസം ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഈ വർക്ക് എടുത്ത് ഈ കരാർ എടുത്ത് ചെയ്യുന്നുണ്ട്. ഈ കരാർ എടുത്ത് ചെയ്യുന്നതിലൂടെ എനിക്ക് തന്നെ അറിയാം, എനിക്ക് എൻ്റെ കൂടെ പഠിച്ചൊരു പയ്യൻ, അവനൊരു പുള്ളിക്കാരൻ ഇപ്പം നല്ല സാമ്പത്തികമായി നല്ല നിലയിലെത്തി. അപ്പോൾ ഇവരുടെ ജാതിയൊന്നും നോക്കിയിട്ടൊന്നുമല്ല, അവരുടെ പണിയിലെ മികവ്, പ്രവർത്തന പരിചയം, അവരുടെ ഇടപെടൽ, പെരുമാറ്റം, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരാൾ വർക്ക് കൊടുക്കുന്നത്. ഒരു വീട് പണിഞ്ഞു തീരുമ്പോൾ എങ്ങനെ പോരുന്ന ഒരു 4-5 ലക്ഷം രൂപ ഒരു ആവറേജ് അവരുടെ കയ്യിലിരിക്കും. ഒന്നുമല്ലെങ്കിൽ 3-4 ലക്ഷം രൂപ അവരുടെ കയ്യിലിരിക്കും. അങ്ങനെ ഒരു വർഷം എത്ര വീട് അവർക്ക് പണിയാൻ കഴിയും? അത് സിമ്പിൾ ഉദാഹരണം. ഇപ്പം ഞാൻ ഇവിടുത്തെ ഇപ്പം താങ്കൾ എൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ പറയും, എനിക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ ഞാനൊരു പാട്ട് പാടിയെന്നിരിക്കട്ടെ. പാട്ട് പാടുന്നത് താങ്കൾ കൊള്ളാൻ തോന്നുന്നു. താങ്കൾ വേറെടുത്ത് നിന്ന് എന്നെ ഓട്ടോമാറ്റിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേ ഒരു പാട്ടുകാരൻ ഒരു പാട്ട് പാടാൻ അങ്ങനെയാണ് വരുന്നത്. നമ്മളിവിടെ എവിടെയാണ് ജാതി നോക്കിയിട്ടുള്ളത്? അല്ല, കാരണം കലാഭവൻ മണി എത്ര കഴിവുള്ള ഒരു കലാകാരനായിരുന്നു. കഴിവുകൊണ്ടാണ് ആ നിലയിൽ എത്തിയത്. കലാഭവൻ മണി ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയിട്ടെന്ന്. കലാഭവൻ മണി പറഞ്ഞിട്ടില്ല. എത്രയോ പേര് താഴെക്കിടയിൽ ഉന്നത തലത്തിൽ എത്തിയിട്ടുണ്ട്. അതെ, എത്രയോ പേര്. KR നാരായണ സാർ, അദ്ദേഹം രാജ്യത്തിന്റെ രാഷ്ട്രപതി വരെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വലിയൊരു മുഖ്യ ശില്പിയായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെ, അംബേദ്കർ. അംബേദ്കറിനും ഈ നാരായണനൊക്കെ പലപ്പോഴും ഈ ജാതിയുടെ ഒരു വേർതിരിവ് അനുഭവപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്നു. അന്നത്തെ കാലഘട്ടം അത് കാലഘട്ടം അതാണ്. ഇന്ന് 2021 അപ്പോൾ അന്നൊന്നും ഈ SC ST അട്രോസിറ്റീസ് ആക്ട് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ഇവരെയൊക്കെ ഇത്തരം SC ST അട്രോസിറ്റീസ് ആക്ട് അത് വളരെയധികം ദുരുപയോഗം ചെയ്യുന്നൊരു ആക്ട് ആണെങ്കിൽ പോലും അതൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഇവർ ജാതി ചിന്തയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം. ഈ ആൾ ദൈവങ്ങളെക്കുറിച്ചാണ്. ഇപ്പം 33 കോടി ദൈവങ്ങളുണ്ട് ഹിന്ദുക്കളുടെ സങ്കല്പത്തിൽ. അതുപോലെ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും ഉണ്ട്. കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണുള്ളത്, ചേർന്ന് വലുതുമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഹിന്ദുമതത്തെ മാത്രമല്ല ഈ പറയുന്നത്, ഈ മുസ്ലിം ഒരു പ്രപഞ്ചശക്തിയുണ്ട്. ഈ പ്രപഞ്ചശക്തി എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചശക്തി മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നു, ക്രിസ്ത്യാനികൾ യേശു എന്ന് വിളിക്കുന്നു, ഹിന്ദുക്കൾ പല പേരിട്ട് വിളിക്കുന്നു. എന്തായാലും ഒരു പ്രപഞ്ചശക്തി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ അള്ളാഹുവിന് കഴിയാത്ത എന്ത് കാര്യമാണ് ഒരു മുസ്ലിയാർക്ക് കഴിയുന്നത്? മുസ്ലിയാർ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ കൃപാസനം എന്ന് പറയുന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ കൃപാസനത്തിലൊക്കെ ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആ വഴി ആലപ്പുഴ അവരുടെ അതുവഴി പോകുമ്പോൾ ചെറിയൊരു സംഭവമായിരുന്നു 4-5 വർഷം മുമ്പ് വരെ. ഇപ്പോൾ അത് വളർന്ന് ഓരോ ദിവസവും വളർന്നു വരികയാണ്. എന്നിട്ട് എന്താണ്? സാക്ഷ്യം പറയുന്നു. ഈ സാക്ഷ്യം പറയുന്നു. എനിക്കിപ്പോൾ ഈ സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത്
കൃപാസനം പത്രം വരച്ച് ചമ്മന്തിയിൽ അരച്ച് മോന് കൊടുത്തപ്പോൾ മോന് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ജനങ്ങളെ എത്രത്തോളം ജനങ്ങൾ പറയിപ്പിക്കുന്നത്, അതിന് തർക്കമൊന്നുമില്ല. അപ്പൊ ഇവിടെ എത്രയോ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, നല്ല ഐശ്വര്യമുള്ള ക്രിസ്ത്യൻ പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്, ഭീമാപള്ളി, അതുപോലുള്ള എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, നമ്മളൊക്കെ അതുവഴി പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കയറി ഇട്ടേ പോകുള്ളൂ. അതുപോലെയുള്ള പള്ളികളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, വേളാങ്കണ്ണി ഉൾപ്പെടെ. അത് തമിഴ്നാട്ടിലാണെങ്കിൽ പോലും കേരളത്തിൽ തന്നെ വെട്ടുകാട് പള്ളികളൊക്കെ ഞാൻ ഒരുപാട് തവണ വെട്ടുകാട് പള്ളിയിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇല്ലാതെയാണ് ഈ കൃപാസനം. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിന് കഴിവില്ലാത്ത എന്താണ് ഈ കൃപാസനത്തിലെ ആളുകൾ ചെയ്തു കൊടുക്കുന്നത്? ഞാനൊന്ന് പറയാം, ഞാനൊരു ഹിന്ദുമത വിശ്വാസിയാണ്. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്. ഞാൻ അതിൽ ജനിച്ച് അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നവനാണ്. ഞാൻ പറയുന്നു, ഇതുപോലുള്ള ഹിന്ദുമതത്തെ ഭയങ്കരമായിട്ട് പൊഴുത്തി ഭയങ്കര ഇതായിട്ടൊക്കെയാണ് പറയുന്നത്. അയാൾ ഈ ഹിന്ദുമതത്തെ നശിപ്പിക്കുകയാണ്, ഇവർ അടിമുടി യാഥാർത്ഥ്യത്തിൽ അവരെ നശിപ്പിക്കുകയാണ്. അയാൾ കാണിക്കുന്നതേ, അതായത് യോനി പൂജ ചെയ്യുന്നു എന്ന് പറയും. ഇവിടെ ആരാധിക്കാൻ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, അതിനെ അല്ലെങ്കിൽ ദൈവന്മാരുണ്ട്, അതിനെ ആരാധിക്കുക. അതായത് ഞാൻ പറഞ്ഞോട്ടെ സാറേ, ഞാൻ പറയുന്നു, ഈ യോനി പൂജ എന്ന് പറയുമ്പോൾ ഈ സാധാരണക്കാരായ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒരുപാട് വെർച്വൽ അറസ്റ്റൊക്കെ നടത്തിയിട്ട് കോടിക്കണക്കിന് രൂപ കൊണ്ടുപോകുന്നുണ്ട്. ഈ കൊണ്ടുപോകുന്ന ആരാണ്? 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത 4, 5, 6 ക്ലാസ് വരെ പഠിച്ച ഉത്തരേന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ഇരുന്നിട്ട് എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾക്കാരാണ്. പക്ഷെ ചതിക്കപ്പെടുന്നവരാരാണ്? ഇവിടുത്തെ വലിയ ഡോക്ടർമാരും IT പ്രൊഫഷണൽസുമാണ് ചതിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ മലയാളികളെ ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസവും ലോകപരിചയവും ഒക്കെയുള്ള ആൾക്കാരെ കബളിപ്പിക്കാമെങ്കിൽ ഈ പറയുന്ന സാധാരണ താരതമ്യേന വിദ്യാഭ്യാസം കുറഞ്ഞ അല്ലെങ്കിൽ സാധാരണ കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകളെ കബളിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അവരോട് ഇതേപോലെ യോനി പൂജയെന്ന് മറ്റു കാര്യങ്ങളൊന്നും ഒക്കെ പറയുമ്പോൾ ഇവരൊക്കെ ചെന്ന് ഈ ചതിക്കുഴിയിൽ വീഴും. പലരും മിണ്ടാതേക്ക് പോകും, ചിലരൊക്കെ ചതിക്കിരേ പോകും. കുടുംബത്തിൽ നിന്ന് പറയാൻ പറ്റും ഇതൊക്കെ? ഇല്ല, അവിടെയാണ് വിഷയം. അവിടെ ഇനിയിപ്പോൾ അങ്ങനെ ഈ യോനി പൂജ എന്നൊക്കെ പറയുന്ന സംഭവം പണ്ട കാലത്ത് ഇരിക്കട്ടെ, അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉള്ളിടത്ത് വീട്ടിൽ നിന്ന് ഇന്നടത്ത് ഇന്ന പൂജ നമുക്ക് സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും, ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ. അതൊക്കെ ഈ 21ാം നൂറ്റാണ്ടിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? അതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ നമുക്ക് ആരാധിക്കാനായിട്ട് നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അത് ഹിന്ദുക്കൾക്കായിരുന്ന ആർക്കായിരുന്നാലും ആരാധനാലയങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ ഈ ഒരു പരിപാടി കാണിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇയാൾ തന്നെ പറയുന്നു ഇയാൾക്ക് സാമ്പത്തികമായിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനും ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് എവിടുന്ന് പൈസ വരുന്നു, ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. അതെ, അല്ല, ഞാൻ അറിഞ്ഞത് ഇയാൾ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്തത് ലക്ഷക്കണക്കിന് രൂപയെന്നാണ് എൻ്റെ അടുത്ത് മറ്റൊരാൾ പറഞ്ഞത്. ഒരാൾ അതിൻ്റെ വാസ്തവമൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാരണം ഇത്തരക്കാർ പലരും നമ്മളെ സമീപിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നമ്മളത് ചെയ്യില്ല എന്ന് പറയുന്നുമുണ്ട്. കാരണം ഇപ്പോൾ എന്താ ചോദിക്കും, ഇവിടെ സുനിൽ പരമേശ്വരൻ സ്വാമി ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. സുനിൽ പരമേശ്വരൻ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരാളിൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കുന്നില്ല. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹം ഈ ചില പ്രഡിഷൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കിട്ടിയ ഒരു കഴിവ്. പ്രഡിഷൻ പറഞ്ഞ ആരിൽ നിന്നും പൈസ വാങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ഉപജീവനമാർഗം എഴുത്താണ്. എഴുതി അദ്ദേഹം ബുക്ക് സെയിലാകുന്ന അത് കൂടെയുള്ള വരുമാനമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് നേരിട്ട് എത്രയോ പേര് അദ്ദേഹം സഹായിക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്നെ പൂജിക്കുന്നത് പലരും മൂത്തൊക്കെ എതിർക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ എന്താണ് കപട സന്യാസിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം വായിച്ചാൽ മാത്രം മതിയാവും എങ്ങനെയാണ് അദ്ദേഹം ഈ ഇതിലെത്തിയത്. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് കോടിക്കണക്കിന് രൂപ കയ്യിൽ കൂടെ പോയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിലുള്ള ആസക്തികളെല്ലാം പോയി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആസക്തിയില്ല, ഒരാളിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്നില്ല, ഒന്നും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നതാണ് എൻ്റെ അനുഭവം. ഞാൻ പറയുന്നത് നമ്മളൊരു വിഷയം പറഞ്ഞു പോയപ്പോൾ ആ വിഷയം എടുത്തിട്ടേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുന്നവർക്ക് തോന്നും, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ സുനിൽ പരമേശ്വരൻ സ്വാമി പ്രോഗ്രാം അവതരിപ്പിക്കുന്നില്ല എന്ന് ആർക്കും ഒരു ചോദ്യം ന്യായമായും ഇത് കേൾക്കുന്നവർക്കുണ്ടാവാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം നേരായ മാർഗത്തിലാണ്. അദ്ദേഹം പണം വാങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം എഴുത്താണ്. എത്രയോ അനന്തഭദ്രം എന്ന സിനിമ മാത്രം മതിയല്ലോ അദ്ദേഹത്തെ അടയാളപ്പെടുത്താനായിട്ട്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം സുനിൽ പരമേശ്വരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അനന്തഭദ്രം ആൾക്കാരുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഇപ്പൊ അങ്ങനെ ശ്രീ രവിശങ്കർ, അത് വേറൊരു രീതിയിലുള്ള ഒരു സംഭവമാണ്. ഓഷോ, അതൊക്കെ മറ്റൊരു രീതിയിലുള്ളതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ അവരൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാനല്ല, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല. ഇത് എവിടെയെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ ദൈവങ്ങളൊക്കെ എന്തുമാത്രം സ്ത്രീകളൊക്കെ കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. വന്നിട്ട് മറ്റേ ജടയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കാരണം വെച്ചാൽ എന്താ മുടി ജട കെട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദേവിയാണെന്നാണ് അവരുടെ സങ്കല്പം.
യഥാർത്ഥത്തിൽ ഈ ചണ്ടാള ബാബയൊക്കെ ഞാൻ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നാഗേന്ദ്ര പേരെന്തോ നാഗസൈരത്രി അവരുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അവർ ഈ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആളെന്തോ താങ്കളെന്നോ അങ്ങനെ എന്തോ അഭിസംബോധന ഇപ്പം ദേവി എന്ന് വിളിക്കുന്നത് സ്വയം ഇങ്ങനെ പറയുകയാണ്. ദേവി എന്നല്ലെന്നേ, അവർ പച്ച തെറി വിളിച്ചുകൊണ്ടുള്ള സ്ത്രീ. ഇപ്പോഴാണ് അവർക്ക് കുറച്ച് കൺട്രോൾ വന്നത്. അതായത് അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ആരൊക്കെ ഇവരുടെ പിന്നിലുണ്ടെന്നുള്ളതാണ്. പെട്ടെന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന, കാണുന്നവനെ പോകുന്നവനെ വരുന്നവനെ ഒക്കെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ആ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടുന്ന് ഈ പൈസകളൊക്കെ? അതാണ് വിഷയം. കാരണം എന്ന് വെച്ചാൽ ഈ കുറേ സുന്ദരികളായ പെൺകുട്ടികൾ വന്നിട്ടാണ് ആ പരിപാടിയിൽ ഇരിക്കുന്നു. ഇയാളെ പാദപൂജ ചെയ്യുന്നു, പൂവിട്ടിട്ട് അങ്ങനെ എറിയുന്നു. പിന്നെ വേറെ ഒരുത്തൻ വന്നിട്ട് ഇയാളെ കൂടെ നിൽക്കുന്നു. എല്ലാവരും ഐഡന്റിറ്റി കാർഡ് ഇട്ടിരിക്കുന്നു. പിന്നെ എന്താ കഞ്ഞി ഇവിടെ നിലത്ത് എന്തോ ഒരു പാത്രം വെച്ച് ഒഴിച്ചിട്ട് അതിൽ നിന്ന് പ്ലാവില കൂട്ടിയിട്ട് ഇയാൾ കുടിക്കുന്നു. അത് വേറെ തന്നെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ കാണിക്കുന്നത്? സിംപ്ലിസിറ്റി കാണിക്കുന്നതായിരിക്കും. അല്ല, ഞാൻ പറഞ്ഞോട്ട് പറയാം, എന്തൊരു വൃത്തികേടാണ് യഥാർത്ഥത്തിൽ. ഇതിനെയൊക്കെ ഈ ഇവിടുത്തെ യുവജന സംഘടനകൾ അത് രാഷ്ട്രീയ കക്ഷിയൊന്നും രാഷ്ട്രീയമൊന്നും കാണരുത്. നാടിൻ്റെ തന്നെ വിപത്താണ് ഇതുപോലുള്ള അവതാരങ്ങൾ. നാടിൻ്റെ തന്നെ. ഇപ്പൊ സന്തോഷ് മാധവൻ വന്നു. ഈ സന്തോഷ് മാധവന് അന്ന് രാഷ്ട്രീയക്കാരുമായിട്ട് സിനിമാക്കാരുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടായിരുന്നു. ഏതോ ഒരു ഇതുപോലെ ഈ പറയുന്ന ഒരു സിനിമ ഇപ്പോൾ അവർ അമ്മ വേഷങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ അവരങ്ങനെ വരുന്നില്ല. ഇപ്പോൾ അവരുടെ ഒരു രൂപം കണ്ടാൽ തന്നെ ഒരു വല്ലാത്തൊരു പേടി തോന്നും. അന്ന് അവർ വളരെ സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അവര് ഈ സന്തോഷ് മാധവൻ യോനി പൂജ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുമായി അടുത്ത് ബന്ധമുള്ള വളരെ നേരിട്ടറിയാവുന്ന ഒരാൾ പറഞ്ഞു കേട്ടത്. അപ്പോൾ അതായത് ഈ എന്താണ് ഈ പറയുന്ന യോനി പൂജയൊക്കെ ചെയ്യുന്നതാണ് ലൈംഗികമായി ചൂഷണം ചെയ്യുക. അത്രേ ഉള്ളൂ. സന്തോഷ് മാധവൻ ചെയ്തത് അതാണല്ലോ, ലൈംഗികമായി ചൂഷണം ചെയ്യുക. അതല്ലേ, ഇപ്പോൾ ഒരു നൂല് ജപിച്ച് കെട്ടിയെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ എന്താണ് ഒരു ഭസ്മം ഇട്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും മാറി മറിയാൻ പോകുന്നില്ല. നമ്മൾ ഒരു ഈശ്വര വിശ്വാസം നല്ലത് തന്നെയാണ്. അത് ഏത് മതത്തിലുള്ള അതൊക്കെ അവരുടെ വിശ്വാസമാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന, ഞാനും ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് ഒരു പൂജ കഴിഞ്ഞാൽ അത് മാറ്റം വരുന്നതല്ല, അതിൽ നമ്മൾ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക്. അമ്പലത്തിൽ പോകുമ്പം മേൽശാന്തി നമ്മൾ തീർത്ഥം തെളിക്കും, അത് വീഴുമ്പോൾ നമുക്കൊരു സന്തോഷം, അതൊരു വിശ്വാസമാണ്. പോസിറ്റീവ് എനർജി അമ്പലങ്ങളിലെല്ലാം ഏതൊരു ആരാധനാലയങ്ങളിലും ആ പോസിറ്റീവ് എനർജി ഉണ്ട്. അപ്പൊ അത് നല്ലത് തന്നെയാണ്. ഒരു ഈശ്വര വിശ്വാസം ഏതൊരു മനുഷ്യനും നല്ലതാണ്. അവന്റെ മതം മാറ്റം ഉണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ മതം ഒന്നും ഇതിലൊരു വിഷയമില്ല. ദൈവം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ദൈവത്തിന് ഇപ്പം റഷീദ് എന്നോ ബഷീർ എന്നോ മോഹനൻ എന്നോ പത്രോസ് എന്നോ ജോസഫ് എന്നോ ഒന്നുമില്ല. നമ്മുടെ കർമ്മം സ്ട്രൈറ്റ് ആയിരിക്കണം. നമ്മുടെ കർമ്മം നേരായ മാർഗത്തിൽ, നമ്മൾ 100% നേരായ മാർഗത്തിൽ ജീവിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ 75% എല്ലാ മനുഷ്യർക്കും. താങ്കൾ പറഞ്ഞത് ഇപ്പം 100% ഇപ്പം നമുക്ക് ഇന്ന രീതി ജീവിക്കുന്നത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവിടെ ഇപ്പോൾ ഈ തെറ്റുകൾ ചെയ്യാത്ത മനുഷ്യരില്ല, സംഭവിച്ചു പോകും. മനുഷ്യരാണ് അവിടെ. നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദിവസം മുന്നോട്ട് പോവുക. എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു മാറി പോകുന്നു. അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലെയുള്ള ആൾക്കാരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഇവിടുത്തെ യുവജന സംഘടനകളോ നിയമോ, കാരണം സർക്കാർ പോലും ഇതിന് തയ്യാറാകില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഇതിൽ ജാതിയോ മതമോ നോക്കരുത്, രാഷ്ട്രീയം നോക്കരുത്, ഒന്നും നോക്കാതെ ഇതിനെ എതിർക്കുക തന്നെ വേണം. അത് ഏത് മതവിശ്വാസികളായിരുന്നാലും ശരിയല്ലേ, ഹിന്ദു മതവിശ്വാസിയായിരുന്നാലും ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നാലും മുസ്ലിം മതവിശ്വാസികളായിരുന്നാലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളെ എതിർക്കുക തന്നെ വേണം. ഇവരൊക്കെ അന്ധവിശ്വാസത്തിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ വരുന്നത്. അതെ, അന്ന് 21ാം നൂറ്റാണ്ടിൽ ഇതുപോലുള്ള വൃത്തികേട് നടക്കണം എന്ന് പറഞ്ഞാൽ മടൽ വെട്ടി അടിക്കണ്ടേ? തീർച്ചയായിട്ടും 21ാം നൂറ്റാണ്ടാണിത്. അപ്പോൾ നമുക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ഞാൻ നാളെ കാഷായമൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഭസ്മക്കുറിയും ഇട്ട് മറ്റേ ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ വന്നിങ്ങനെ ഇരിക്കുകയാണ്, എവിടെയെങ്കിലും ഇരിക്കുകയാണ്. എനിക്ക് ഒരു 10 പേര് വന്നെന്നിരിക്കട്ടെ. ഈ 10 പേരുടെ വിഷമങ്ങൾ കേട്ടിട്ട് ഞാൻ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ നൂല് ജപിച്ച് ഇട്ട് കൊടുക്കുന്നു, എന്തെങ്കിലും നൂല് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു. ഇതിൽ ഒരാളിൻ്റെ കാര്യമെങ്കിലും ശരിയാവും. അതിതുകൊണ്ടല്ല, ഞാനിപ്പോൾ നൂല് ജപിച്ചു കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ ഭസ്മം ഇട്ട് കൊടുത്തിട്ടോ അല്ല അത് ശരിയാവുന്നത്. അത് ശരിയാവുന്നത് അവരുടെ അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും. അപ്പം ശരിയാകുമ്പോഴത്തേക്കും അവർ പറയും 10 പേരെടുത്ത്. അപ്പോൾ ഈ 9 പേര് വിചാരിക്കും എന്തെങ്കിലും കാരണവശാൽ നടന്നില്ല എന്ന് വിചാരിച്ചാൽ അടുത്ത ആളിനെ തേടിപ്പോവും. ബാക്കി ഒരാളെന്ത് ചെയ്യും? ഈ മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ ഏറ്റവും വലുത്. ഒരാൾ അടുത്ത ആൾക്കാരോട് പറയും. അങ്ങനെയാണ് ഈ ആൾക്കാർ കയറി വരുന്നത്. ഈ മറ്റേ ബാബ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമൊക്കെ വന്നിട്ട് എനിക്ക് ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇതെന്നൊക്കെ ധാരണ വന്നു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. അന്നേരം എനിക്ക് തോന്നിയതില്ല, മൈൻഡ് ചെയ്യാൻ എളുപ്പമാർഗം. ഇപ്പോൾ ഒന്നാമത് സോഷ്യൽ മീഡിയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അത് മൈൻഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഭയങ്കര ഫേമസ് ടൈം സെക്രട്ടേറിയറ്റ് നടയിൽ ചെന്നൊരു കോണം കൊടുത്തോണ്ട് നിന്നാൽ മതി, ഭയങ്കരമായിട്ട് ഫേമസ് ആവും.
ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളതിനെ കാട്ടി അല്ല, ഇത് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ഇത് ഇങ്ങനൊരു അത് ആദ്യം ഇവിടുത്തെ ഭരണകൂടങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ഫണ്ട് വരുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഫണ്ട് വരുന്നത്, ഇത്രയും വലിയ രീതിയിൽ ഈ പ്രോഗ്രാം നടത്താനും ഇത്രയും പേർക്ക് ജീവിച്ചു പോകാനും ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഫണ്ട് ഇവർക്ക് ആരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ്, സൗകര്യങ്ങൾ, സകലവിധ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാം. കോടിക്കണക്കിന് രൂപ കിട്ടും. അതിന് ഒരു ഇതുണ്ടല്ലോ മാതാമൃതാനന്ദമയുടേത്. ഇപ്പം മാതാമൃതാനന്ദമയെ ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. പക്ഷേ അവരെ മുന്നിൽ നിർത്തി ആരൊക്കെയോ കളിച്ചു, കോടികൾ ശതകോടികൾ ഉണ്ടാക്കി. പക്ഷേ അതുകൊണ്ട് എന്തായി, കുറേ കോളേജുകൾ, സ്കൂളുകൾ, പിന്നെ എന്താണ് ആശുപത്രികളൊക്കെ ഉണ്ടായി, ഇല്ലെന്നല്ല. അല്ലെ, അപ്പൊ അവരുടെ ഇതില് നല്ല നന്മകൾ ഒത്തിരി ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അത് ശ്രദ്ധിക്കാതെ പോലെ ചെയ്യുന്നുണ്ട്. ഇല്ല, അത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ടായി. അപ്പൊ ഇവരുടെ ലക്ഷ്യം അതാണ്. നമ്മുടെ മുമ്പിൽ ഒരു മാർഗദർശനം ഉണ്ടല്ലോ, എന്താണ് മാതാമൃതാനന്ദമയി. അപ്പൊ നമുക്കും അതുപോലെ ആവാം. അപ്പൊ അത്രയും കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കരുതുന്നില്ല അങ്ങനെ ഒരു മാതാമൃതാനന്ദമയുടെ ജീവിത സാഹചര്യത്തിൽ ജീവിച്ച ഒരു സ്ത്രീക്ക് ഇത്രയും അധികം ഉയർന്നു വരാൻ പറ്റും എന്ന് ഞാൻ ഒരിക്കലും ദൈവത്തിന്റെ ഇതുകൊണ്ട് ഉയർന്നു വരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ പിന്നിൽ തീർച്ചയായും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവരുടെയൊക്കെ റോൾ മോഡൽ ഇതുപോലെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന എന്താണ്, എല്ലാവിധ പിന്നെ എന്താണ് സുഖ സൗകര്യങ്ങളും കിട്ടും. ആഡംബര വാഹനങ്ങളിൽ പോകാം, സുന്ദരികളായ പിന്നെ സ്ത്രീകളൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. എല്ലാവരുടെ അംഗീകാരം കിട്ടും. ഏത് മന്ത്രിമാരുടെയും ഇതിനൊക്കെ എന്ന് പറഞ്ഞാലേ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം വന്ന് വീഴും ഇതിൻ്റെയൊക്കെ കാര്യം. അതാണ് ഏറ്റവും വലിയ ഒരു രസം. എളുപ്പം വന്ന് വീഴും. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ നോക്കിയോ ചേട്ടാ, കറക്റ്റായിട്ട് ഇതുപോലെയുള്ള വൃത്തികെട്ട രീതിയിലുള്ള പൂജകളും അതും ഇതും മറ്റേതും മറിച്ച് അത് ഈ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ പുറംപൂച്ച് പുറത്തു വരും. അന്ന് ഇത് ജനങ്ങൾക്കത് ബോധ്യമാവും. ഇത് ചെയ്യാതെ മാറുന്നു. ഇപ്പോഴത്തെ ഈ വരുന്ന യുവജനങ്ങൾ ഇത് ശ്രദ്ധിച്ച് ഇതിനെതിരെ നിൽക്കണം. അതെ, ജനങ്ങൾ അത് യുവജന സംഘടനകൾ സർക്കാരിന് ഇപ്പോഴത്തെ സർക്കാരിന് എന്തായാലും ഇതിൽ ഇയാളെ ഇതുപോലുള്ളവരെ മടിയായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എങ്കിൽ ഹൈന്ദവതയെ അവഹേളിച്ചു, അങ്ങനെയാണെന്ന് പറഞ്ഞാൽ സർക്കാരിനെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും അവരാരും അതിലേക്ക് വരാത്തത്. അപ്പോൾ മറ്റ് യുവജന സംഘടനകൾ ഒരുപാടുണ്ടല്ലോ, അവർക്ക് ഇതിന് ചോദ്യം ചെയ്തുകൂടെ? ഇവിടെ ഇതുപോലുള്ളൊരു നാട്ടില് അല്ലെങ്കിൽ ഈ ഒരു യുഗത്തില്, ഈ ഒരു 21ാം നൂറ്റാണ്ടിൽ ഇതുപോലെയുള്ള അസംബന്ധങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല. ഭക്തിയോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ അയാള് ദേവസ്വം ബോർഡിന്റെ തന്ത്രിയാണ് ഈ പുള്ളി ദേവസ്വം ബോർഡിന്റെ തന്ത്രിയാണ്. അപ്പോൾ അയാൾ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിച്ചില്ലെന്നോ അങ്ങനെ എന്തോ ആസിഡ് ഒഴിച്ചെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇന്ന് എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഇതുപോലുള്ള കാര്യങ്ങൾക്കും എല്ലാം പിന്തുണ നൽകുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അയാൾക്ക് എന്താ പൊക്കിയൂടെ? അപ്പം അതൊന്നുമല്ല അയാളുടെ ലക്ഷ്യം. ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ച് ഇതുപോലുള്ള ഇതൊക്കെ കാണിച്ച് ഏറ്റവും വല്ല എനിക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഈ ഹിന്ദു മതത്തിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഹിന്ദു മതത്തിലല്ല, നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിൽ പെടുന്നവർ എല്ലാ മതത്തിലും ഉണ്ടെങ്കിൽ പോലും ഹിന്ദു മതത്തിൽ ഇത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനെ ഒന്ന് നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഹിന്ദു മതം എന്ന ആ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ വിശാലതയുള്ള ഒരു സംസ്കാരം അല്ല. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് മുമ്പുണ്ട്. ഈ മുസ്ലിംമാരുണ്ട്, അതുപോലെ അല്ലാതെ ഈ ക്രിസ്ത്യൻസിൻ്റെ രീതിയിൽ പ്രാർത്ഥന ഒക്കെ നടത്തണം. ഈ പെന്തക്കോസ്തുകാരുണ്ട്. അപ്പോൾ പെന്തക്കോസ്ത് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ അവരൊന്നും എനിക്ക് ഒരുപാട് പെന്തക്കോസ്തുമായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ന് വെച്ചാൽ അവരൊന്നും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ വിശ്വാസം, അവരാരെയും ശല്യപ്പെടുത്തുന്നില്ല. യഥാർത്ഥ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ഇതേപോലെ സുവിശേഷം പ്രസംഗിക്കുന്നവർ ആരെ ശല്യപ്പെടുത്തുന്നില്ല. അത് അവരുടെ ഒരു വിശ്വാസവും അവരുടെ ഒരു രീതിയുമാണ്. അതല്ലാതെ ആ വിശ്വാസത്തെ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്, അവർ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ മതത്തിലും ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ ചണ്ടാല ബാവയെ പോലെയുള്ളവരെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം. അവിടെയൊക്കെ ചെന്ന് ഇതേപോലെയുള്ള ഇവരുടെ ഈ ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടിയതിന് ശേഷം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണവും കൊടുത്ത് ഇതുപോലെയുള്ളവന്മാരുടെ ചെന്ന് കാലിലും വീണ് ഇതേപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് പോകുന്നത്. അത് ഇവിടുത്തെ യുവജന സംഘടനകൾ, ഇതുപോലുള്ള സംഘടനകളും ജനങ്ങളും ഒക്കെ പൊതുജനങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഈ ശബരിമലയുടെ കേസിൽ ഒരു കാര്യം കൂടെ പറയണ്ടേ, ഈ ശബരിമലയുടെ കേസിൽ തന്നെ സ്ത്രീകളെ കയറ്റുന്നതിന് ഇദ്ദേഹം അനുകൂലമുള്ള ഒരാളാണ്. അല്ല, അത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സ്ത്രീകളെ കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എപ്പോഴും ഹൈന്ദവതയ്ക്കെതിരെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ള ചോദ്യം. അവിടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തു, സ്ത്രീകൾക്ക് ഇതെല്ലാം ആകാം. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അമ്പലത്തിൽ പൂജിക്കാൻ എല്ലായിടത്തും എല്ലാ ഈ
മാസമുറയുള്ള സമയത്ത് സ്ത്രീകളെ കയറ്റും, അതൊക്കെയാണ് പറയുന്നത്. അല്ല, അയാൾ സ്ത്രീകളെ കയ്യിലെടുക്കുകയാണ്. അതായത് സ്ത്രീകളെ കയ്യിലെടുക്കുക. അതാണ് ഇതിപ്പോ നോക്കി, ഇതിന്റെ ഒരുപാടൊന്നും താമസിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ പുറംപോച്ച് പുറത്തു വരും. അന്ന് ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഇതുപോലെയുള്ള അവതാരങ്ങളെ നിന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ പാടുള്ളതല്ല. വീണ്ടും കാണാം.